കൈരളിയുടെ എല്ലാ പ്രേക്ഷകർക്കും ജീവിതം സാക്ഷിയിലേക്ക് സ്വാഗതം. ഒരിക്കലും തീരാത്ത ഒരുപാട് കുടുംബകഥകൾ, സമാനതകളേറെയുള്ള കഥകൾ. പലതിലും ഭാര്യമാര് പരാതിക്കാർ, ചിലതിലൊക്കെ ഭർത്താക്കന്മാർ. ചില പരാതികളിൽ അമ്മൂമ്മയും അപ്പൂപ്പനും കുട്ടികൾക്ക് വേണ്ടി രക്ഷകർത്താക്കളെക്കുറിച്ചുള്ള പരാതിയുമായിട്ട് എത്താറുണ്ട്. എന്തൊക്കെയായാലും ഇപ്പോൾ ജീവിതം സാക്ഷിയെയും ഇവിടുത്തെ ജഡ്ജിങ് പാനലിനെയും ഏറെ വിശ്വസിച്ച് ഒരുപാട് പരാതികളുമായിട്ട് ധാരാളം പേരെത്തുന്നുണ്ട്. എല്ലാവരുടെ പരാതികളും ഒത്തുതീർപ്പാക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും കഴിയുന്നതും അതിനുവേണ്ടി ഞാനും ജഡ്ജിങ് പാനലും അങ്ങേയറ്റം ശ്രമിക്കാറുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത, ഒരു കോടതിയിൽ പോയാൽ നിങ്ങൾക്ക് അടുത്ത് നിന്ന് ജഡ്ജിയോടോ അല്ലെങ്കിൽ അഡ്വക്കേറ്റിനോടോ ആ കോടതി മുറിയിൽ തന്നെ സ്വതന്ത്രമായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനോ വികാരങ്ങൾ പ്രകടിപ്പിക്കാനോ ഒരിക്കലും സാധിക്കില്ല. പക്ഷേ ഇവിടെ നിങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങൾ എന്ന പോലെ തന്നെ ഈ ജഡ്ജിങ് പാനലിനോട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് പല പരാതികളിലും പോകുമ്പോൾ ഒരുവിധം സമാധാനമായിട്ടും സന്തോഷമായിട്ടും മാനസിക ക്ലേശമെങ്കിലും ഇറക്കി വെച്ച ഒരു സമാധാനത്തിലാണ് ഇവിടെ ഉള്ളവർ ഈ പരാതിയുമായിട്ട് എത്തുന്നവർ പോകുന്നത്. ബഹുമാനപ്പെട്ട ജഡ്ജിങ് പാനലിനെ ഞാൻ പരിചയപ്പെടുത്താം. റിട്ടയർഡ് ഡിസ്ട്രിക്ട് ജഡ്ജ് ശ്രീമതി എൻ ലീലാമണി, അഡ്വക്കേറ്റ് മെമ്പർ PT ഗിരിജൻ, കൗൺസിലർ ഡോക്ടർ റസീന വിശ്വംഭരൻ. ഇന്ന് പരാതിയുമായിട്ട് എത്തിയിരിക്കുന്നത് ഭർത്താവിനെക്കുറിച്ച്, ഭർത്താവിൻ്റെ വീട്ടുകാരെക്കുറിച്ച് പരാതിയല്ല പരിദേവനവുമായിട്ടാണ് എത്തിയിരിക്കുന്നത് ഒരു സ്ത്രീ. അവർക്കും അവരുടെ കുഞ്ഞുങ്ങൾക്കും ജീവിതത്തിലൊരു സുരക്ഷ ഉണ്ടാകണം, സാമ്പത്തികമായിട്ടും അല്ലാതെയും. ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു നീക്കങ്ങളും ഉണ്ടാവുന്നില്ല. വർഷങ്ങളായിട്ടുള്ള കാത്തിരിപ്പ്, ഇവിടെയെങ്കിലും അത് സാധിക്കാൻ ഒക്കുമോ എന്നന്വേഷിച്ചെത്തിയിരിക്കുകയാണ് ബിൻസി. കൊരട്ടിയിൽ നിന്നാണ് എത്തിയിരിക്കുന്നത്. നമുക്ക് ബിൻസിയോട് സംസാരിക്കാം. ബിൻസി, ചാലക്കുടിക്കടുത്ത് കൊരട്ടിയല്ലേ? കൊരട്ടി. അവിടെയാണോ ഭർത്താവിൻ്റെ വീട്? ഭർത്താവിൻ്റെ വീട് തൃശ്ശൂർ പള്ളിമൂല. പള്ളിമൂല. ആരൊക്കെയുണ്ട് ബിൻസിയുടെ വീട്ടിൽ? എൻ്റെ വീട്ടിൽ എനിക്ക് അപ്പൻ, അമ്മ, ആങ്ങള, ഭാര്യ, 2 മക്കള്. ആങ്ങളുടെ ഭാര്യ, 2 മക്കൾ. ഞാൻ ആളുടെ വീട്ടിലാണ് ഇപ്പൊ താമസിക്കുന്നത്. ആരുടെ? ആങ്ങളുടെ വീട്ടിൽ? അല്ല, ഹസ്ബൻഡിന്റെ വീട്ടില്. ഹസ്ബൻഡിന്റെ വീട്ടില്. ഞാൻ 17 കൊല്ലമായിട്ട് ഹസ്ബൻഡിന്റെ വീട്ടിലാണ് ഇപ്പോഴും ഈ നിമിഷം വരെ ഞാൻ കിടക്കണത്. അല്ല, 17 കൊല്ലം ആയോ കല്യാണം കഴിഞ്ഞിട്ട്? കല്യാണം കഴിഞ്ഞിട്ട് 17 കൊല്ലായി. അത് ഇത് മനസ്സമ്മതമൊക്കെ കഴിഞ്ഞ് ഉറപ്പിച്ച കല്യാണമാണോ? ലവ് മാരേജ് ആണോ? അല്ല, അറേഞ്ച്മെന്റ് മാരേജ്. എന്നിട്ട് 1999 സെപ്റ്റംബർ 18 എൻ്റെ വിവാഹമായിരുന്നു. CSI ഓഡിറ്റോറിയത്തിൽ എൻ്റെ വിവാഹം. അവിടെ മാറ്റാമ്പുറം ദൈവസഭ പെന്തക്കോസ് അതാണ് വിവാഹം. അവിടെയാണ് വെച്ച് കല്യാണമായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയിലെ ഒരു സ്റ്റാഫാണ്. ഞാൻ BA വരെ പഠിച്ചിട്ടുള്ളൂ. പിന്നെ ഞാൻ ഒന്നിനും തുടർന്ന് പഠിക്കാനൊന്നും അവർ വിട്ടിട്ടില്ല. പഠിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ ഹസ്ബൻഡിന് ചാലക്കുടിയിലേക്കാണ് ആൾക്ക് ഇവിടെ ട്രാൻസ്ഫർ ആയിട്ട് കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ കിട്ടിയത്. അപ്പോൾ അമ്മായിമ്മയ്ക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മായിപ്പൻ ഇല്ല, ഡാഡി എന്നാണ് അവിടെ വിളിക്കുക. ഡാഡി മരിച്ചു പോയി, ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ അത് കാരണം അവിടെ മമ്മി എന്നാണ് വിളിക്കുക. മമ്മിക്ക് ആരും ഇല്ല. അപ്പോൾ ആൾക്ക് ശ്വാസം മുട്ടൊക്കെ ഉള്ള മമ്മിയാണ്. അപ്പോൾ മമ്മിക്ക് എന്ന് വെച്ചാൽ 2 മക്കളെ അവർ വളരെയധികം താലോലിച്ച് വളർത്തി അപ്പനില്ലാതെ കൊണ്ടുവന്നതാണ്. മുമ്പുള്ള കാര്യങ്ങളൊന്നും എനിക്ക് യാതൊരു അറിവില്ല. എങ്ങനെ അവർ വളർത്തിയെന്നുള്ള സാഹചര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല. അവർക്ക് ജോലി ഉണ്ടായിരുന്നോ? അവര് ഒരു രാമോറം സ്കൂളിലെ ഒരു ടീച്ചറായിരുന്നു, തുന്നൽ ടീച്ചറായിരുന്നു. അപ്പോൾ മമ്മിക്ക് എന്ന് വെച്ചാൽ ഒരുപാട് ഈ മകനെ കുറിച്ച് ഒരുപാട് വിശ്വാസങ്ങളും പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നമുക്കറിയില്ല. എങ്കിലും എൻ്റെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് പഠിക്കുകയും ചെയ്യും. ചിലപ്പോൾ എൻ്റെ ഭർത്താവ് ചിലപ്പോൾ എൻ്റെ വീട്ടിലേക്ക് വരും എന്നുള്ള വിശ്വാസങ്ങളൊക്കെ അവർക്കുണ്ട്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പനും ഇല്ല. പിന്നെ അനിയനാണ് മൈനറാ, അത്ര പ്രായമായിട്ടില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ആൾക്ക്
ഈ മകനിൽ നിന്ന് ഈ ജോലി പ്രതീക്ഷിക്കുന്നത് അപ്പൻ്റെ ജോലിയാണ്. അപ്പനൊരു മരണമാണെന്നാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നത്. എൻ്റെ മരിച്ചത്. അപ്പൊ ഈ ആളുടെ മരിക്കുന്ന സമയത്ത് അവിടെ ഒരു കിണറുണ്ടായിരുന്നു. പക്ഷെ ആ കിണറ്റിൽ വെള്ളത്തിൽ വീണിട്ടാണ് ആളുടെ മരണമായിരുന്നത്. പക്ഷെ ഈ സാഹചര്യങ്ങളൊന്നും നമ്മൾക്ക് ഇത് കാണാതെ ഒന്നും പറയാൻ പറ്റരുത്. അതൊന്നും നമ്മൾക്കത് കൊലപാതകമാണെന്ന് അങ്ങനെ ഒരു അപ്പൊ അത് പിന്നീട് അതിന് കഴിച്ച് കല്യാണം കഴിഞ്ഞതിന് ശേഷം നമ്മൾ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങാൻ തുടങ്ങിയതിന് ശേഷം അവിടെയുള്ള ആൾക്കാരെല്ലാം നമ്മുടെ ചെവിയിലെല്ലാം ഓരോന്ന് വന്ന് പറഞ്ഞു തുടങ്ങി. ആള് ഒരു ചെറിയൊരു മദ്യപാനി ആണെങ്കിലും ആർക്കൊരു ദോഷം ചെയ്യുന്ന ഒരു വ്യക്തിയല്ലായിരുന്നു. അപ്പൊ ആള് ഇതേപോലെ കിണറ്റിലെ പോയി ഇതേപോലെ മീനുകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ആള് ഇതിനെ ഭക്ഷണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിരിക്കുന്ന സമയങ്ങളായിരുന്നു. അപ്പൊ അങ്ങനെയാണ് എൻ്റെ മകൻ 10ാം ക്ലാസ്സിൽ ഇപ്പൊ 9ൽ നിന്ന് 10ലേക്ക് പാസ്സായിട്ടുള്ളൂ. അപ്പൊ ഈ കുട്ടി സ്പോർട്സ് ആണ്. സായിൽ ഇപ്പൊ ഇതേപോലെ ഓടിക്കൊണ്ടിരിക്കുന്ന കുട്ടിയാണ്. അപ്പൊ ഈ കുട്ടിയോട് ഇതേപോലെ ഈ ഒരു SI അതിൽ നിന്ന് വിരമിച്ചൊരു വ്യക്തിയാണ്, വയസ്സായി ഇപ്പോ. അപ്പൊ ഒരു നമ്പൂതിരിയാ. അപ്പൊ ആള് പറഞ്ഞു, ഈ കുട്ടീനെ കണ്ടപ്പോ പറഞ്ഞു, മോനെ നിന്റെ അപ്പാപ്പനുണ്ടായിരുന്നെങ്കിൽ നിനക്ക് ഇങ്ങനെയൊന്നും ആവേണ്ട ഗതികേടൊന്നും ഇല്ല. നിന്റെ അപ്പാപ്പനെ ഇങ്ങനെ ഇറക്കി വിടൊന്നുമില്ല, പൊന്നു പോലെ നോക്കും. നിന്റെ അപ്പാപ്പനെ ശരിയാക്കിയത് നിന്റെ ഡാഡിയാട്ടാന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ഈ കുട്ടിയോട് പറഞ്ഞു. അപ്പൊ ഈ കുട്ടി എന്നോട് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, മോനെ അങ്ങനെയൊന്നും ഇല്ല, നീ അതെന്ന് വെച്ചാൽ കാരണം വെച്ചാൽ നമ്മള് ഇപ്പൊ ഞാൻ നിൽക്കുന്നത് വല്ലാത്തൊരു സ്റ്റേജിലാണ്. പിന്നെ ഞാൻ ആ വഴിക്കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ജീവന് വരെ പ്രശ്നം വരില്ലെന്ന് വെച്ചിട്ട് ഞാൻ അതൊന്നും ആരോടും ഒന്നിനും പറയാനുമില്ല. കല്യാണം കഴിഞ്ഞ് പോയിട്ട് ആ വീട്ടിൽ നല്ല സന്തോഷമായിട്ടാണോ താമസം? സന്തോഷം എന്ന് പറയാനായിട്ട് സന്തോഷമില്ല, ഒറ്റപ്പെട്ട ജീവിതമാണ്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ നല്ല ലക്ഷറിയിൽ കല്യാണം കഴിപ്പിച്ച് വിട്ടേ. 3 ലക്ഷം രൂപയുടെ മുതലായിട്ട് തന്നെ എന്നെ വിട്ടതാ. അപ്പൊ എനിക്ക് ഒന്നിനും കുറവില്ലാതെയാണ് എന്നെ വിട്ടത്. പിന്നെ എനിക്ക് പുറത്ത് ആരായിട്ടുള്ള ഒരു സമ്പർക്കങ്ങളൊന്നും ഞാൻ ഒന്നിനും പോവാറില്ല. ഞാൻ ആളില്ലാതിന് ശേഷമാണ് LIC ഏജന്റായിട്ടാണ് ഞാനിപ്പോ വർക്ക് ചെയ്യണത്. നിവൃത്തിയിൽ ഈ 3 ലക്ഷം രൂപ എങ്ങനെയാ കൊടുത്തത്? സ്വർണ്ണമായിട്ടാണ്? അത് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ 15 സെന്റ് സ്ഥലമായിട്ടും പിന്നെ 1 ലക്ഷം രൂപ ക്യാഷ് ആയിട്ടാണ് കൊടുത്തത്. പിന്നെ എൻ്റെ മമ്മിയുടെയില് എൻ്റെ മമ്മിയുടെയിലാണ് ഈ പൈസ എല്ലാം കൊടുത്തത്. അപ്പോൾ ഡാഡിയുടെ അനിയനുണ്ട്, ഡാഡി മരിച്ചു പോയി. ഡാഡിയുടെ അനിയൻ ബോബൻ എന്ന് പറഞ്ഞ ആളും ഉണ്ട് അവിടെ. അപ്പോൾ ഇവർ രണ്ടുപേരിലാണ് എൻ്റെ അപ്പനും എൻ്റെ അമ്മയുടെ ആങ്ങളെയും. ഇവർ 4 പേരും കൂടി പോയിട്ടാണ് ഈ പൈസയൊക്കെ കൊടുത്തത്. പിന്നെ ചോദിക്കുമ്പോൾ പറയും പൈസ അത് എൻ്റെ ആൾ മേടിച്ചുകൊണ്ട് പോയി എന്നാണ് പറയണത്. അപ്പോൾ പിന്നെ നമ്മൾക്ക് പിന്നെ അതിലൊന്നും വോയിസ് ഇല്ലെന്ന് മനസ്സിലായി. ഒന്നുമില്ല. പിന്നെ 15 സെന്റിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ബാധ്യതകളൊക്കെ വന്നിരുന്നു. ഈ ബാധ്യതകൾ വന്നിരുന്നതിൽ ആള് ഈ ഇൻഷുറൻസിന് കംപ്ലൈന്റ് വരില്ല എന്ന് വിചാരിച്ചിട്ട് എന്ന് വെച്ചാൽ ഒരുമാതിരി എന്നെ കൊണ്ടാവുന്നതൊക്കെ ഞാൻ വീട്ടുകാരെ കൊണ്ടൊക്കെ സഹായിക്കാവുന്നതൊക്കെ ഞാൻ മാക്സിമം സഹായിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നെ എന്നെ ഇങ്ങനെ വേദനിപ്പിച്ചും ബുദ്ധിമുട്ടിച്ചും പീഡിപ്പിച്ചും കാശ് വീട്ടിൽ നിന്ന് നീ മേടിച്ചുകൊണ്ട് വന്നില്ലെങ്കിൽ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ടാണ് എന്നെ കൊണ്ട് ഹിയറിങ് ചെയ്യുക. കല്യാണം കഴിച്ചത് ആ സമയം മുതലേ ഉണ്ടോ? സമയം തുടങ്ങി ആള് ഇങ്ങനെ ആളുടെ ആള് ബാധ്യത ഉണ്ടാക്കി വെച്ചിട്ട്. കാരണം ആൾക്കാർ വന്ന് ചോദിക്കുമ്പോ ആള് ജോലിക്ക് പോകും, വന്ന് ചോദിക്കുമ്പോ എന്നോടാ വന്നിട്ടാ കാശ് ചോദിക്കുന്നത്. ദൂർത്തടിച്ച് വന്നു പോയതാണ്. ദൂർത്തിന്റെ ഒരു ലോകം തന്നെയായിരുന്നു. വെച്ചുകഴിഞ്ഞാൽ ഇയാൾക്ക് ടൂറ് പോലും കൂട്ടുകാരായിട്ടുള്ള ലോകവും പിന്നെ ഭാര്യയും മക്കളൊന്നും ഇല്ല. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ആരും സപ്പോർട്ട് ചെയ്യാനും ആരുമില്ല. ഞാൻ ആ സഭയിൽ 10 കൊല്ലമായിട്ട് ഞാൻ അവിടെ ഒരു നല്ല രീതിയിൽ പ്രാർത്ഥനയ്ക്കൊക്കെ എല്ലാ രീതിയിലും വളരെയധികം പോയിക്കൊണ്ടിരുന്നത്. ലാസ്റ്റ് വന്നപ്പോൾ ആ പ്രാർത്ഥനക്കാർ എന്നെ വീട്ടിൽ വന്നിട്ട് അമ്മായിമ്മയുടെ പക്ഷം ചേർന്നിട്ട് എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുക. രാത്രി എന്നെ ഇറക്കി വിടാനാണ് അവർ ശ്രമിച്ചത്. ഈ പ്രാർത്ഥനക്കാരൻ മാറ്റാമ്പുറം എൻ്റെ ആദ്യത്തെ പള്ളി വീട്ടിൽ ഇറക്കി വിടാൻ വേണ്ടി അവര് അമ്മായിമ്മയായിട്ട് ശുപാർശ ചെയ്തിട്ട് എന്നെ വന്നിട്ട് ഞാൻ എന്നെ പേടിപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പിള്ളേരും ആളില്ലല്ലോ, എൻ്റെ പിള്ളേരും ഞാനും കൂടെ അങ്ങ് ഇറങ്ങി പൊക്കോളൂല്ലോ എന്നുള്ള ഒരു ഇതുണ്ട്. എന്നെ ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്തു. അപ്പൊ ഞാൻ ദുശീലങ്ങളും ഈ കൂട്ടുകാരുടെ കൂടെ ചേർന്ന് എല്ലാ ദുശീലങ്ങളും അവർക്ക് അറിയുകയും ചെയ്യാം. പക്ഷെ അവർക്ക് അതറിയാമെങ്കിലും മയക്കുമരുന്ന് മദ്യമൊക്കെ ഉപയോഗിക്കും. മദ്യപാനം ഉണ്ടായിരുന്നു. പിന്നെ ആള് ഡ്രഗ്സ് ഒക്കെ ആയിട്ട് ഉള്ള ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവിധമായ കാര്യങ്ങളൊക്കെ ആൾക്ക്. പിന്നെ കേസുകളിൽ ചെന്ന് കൂട്ടുകെട്ടുകളിൽ കൂടെ കൂട്ടുകാരൊക്കെ രക്ഷപ്പെട്ടു. അവരൊക്കെ നല്ല ഫാമിലിയായി ജീവിച്ചു പോകുന്നുണ്ട്. ആരോടും അവരോട് ചെന്ന് നമ്മൾ പറയാൻ പോവാറില്ല. ഒരു നേരം കഞ്ഞിക്ക് പോലും പോവാറില്ല.
ചെലവൊക്കെ നോക്കിയിരുന്ന കുടുംബത്തിൽ വരും നിങ്ങളുടെ ചെലവും ചെലവുകളൊക്കെ എന്ന് വെച്ചാൽ എൻ്റെ വീട്ടുകാരാണ് ഇന്ന് ഈ നിമിഷം വരെയും ആങ്ങളെയാണ് കാശ് അയച്ചുകൊണ്ടിരിക്കുന്നത്. മമ്മീനെ ആശുപത്രി കൊണ്ടുപോകും, മമ്മിയുടെ കാര്യം അന്വേഷിക്കും, ഒന്നും ചെയ്യണില്ല എൻ്റെ ആള്. അപ്പോൾ ആള് എന്നെ കൊണ്ടുപോകുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് മമ്മിയുടെ ടെസ്റ്റ്. പക്ഷെ നമ്മളും ഇതേപോലെ അഭിനയിപ്പിക്കാണ്, ആള് എന്നെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കാണ്. പക്ഷെ ഞാൻ ഇതേപോലെ പാവക്കുട്ടിയുടെ പോലെ ഇതൊക്കെ ചെയ്യാണ്. പക്ഷെ ഞാനിതെങ്കിലും ചെയ്യെങ്കിലും പക്ഷെ ആളെന്നെ കൊണ്ടുപോയൊന്നുമില്ല, അതിൽ സക്സസ് ഒന്നും കിട്ടില്ല. അപ്പോൾ പിന്നീട് മനസ്സിലായി, മമ്മിക്കും മനസ്സിലായി ഇത് ഒരു വഴിക്ക് പോണതല്ലെന്ന്. വെച്ചാൽ ആളുടെ എന്നെ കുറെ കാണിച്ചിട്ട് കാര്യമില്ല എന്ന് മമ്മിക്കും മനസ്സിലായി. പിന്നീട് ലാസ്റ്റ് വന്നപ്പോൾ ആൾക്ക് ഒരുപാട് കൂട്ടുകാരായിട്ടുള്ള ബന്ധങ്ങളൊക്കെ ആയി തുടങ്ങി. പിന്നെ ഈ ആൾക്കും തോന്നി തുടങ്ങി ഇവിടെ ഒരു അകൽച്ചയും വഴക്കും പ്രശ്നങ്ങളൊക്കെ വന്നു തുടങ്ങി. പിന്നീട് ആള് ജോലി ശരിക്കും എന്തെങ്കിലും ശാരീരികമായിട്ട് അസുഖങ്ങളുണ്ടോ കുട്ടിക്ക്? എനിക്ക് ശാരീരികമായിട്ടൊന്നുമില്ല, ഇല്ല, യാതൊരു അസുഖമില്ല. അവര് ആഹാരവും കാര്യങ്ങളൊക്കെ നല്ലോണം തരാം. ആഹാരം എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ അവരായിട്ടുള്ള ഒരു ലോകത്തിലല്ല. ഇപ്പൊ ഒരു റൂമില് ഇപ്പൊ ഞാൻ വേറെയാണ്. കോടതി കേസ് കൊടുത്തതിന് ശേഷം അത് എത്ര നാളായി? കോടതിയിൽ കേസ് കൊടുത്ത ആള് പോയ അന്ന് തുടങ്ങി ഞാൻ. എന്നാ പോയ? 4 വർഷം കഴിഞ്ഞപ്പോ അന്ന് തുടങ്ങി ഞാൻ കേസ് കൊടുത്തു. 13 വർഷമായി കേസ്? കേസ് ഇല്ല, 13 ആയിട്ടില്ല, 10 വർഷമായിട്ടുള്ള കേസ്. 10 വർഷമായി കേസ് കൊടുത്തു. എൻ്റെ മോളുണ്ടായതിന് ശേഷം ഞാൻ കേസ് കൊടുത്തത്. എനിക്ക് ആ വീട്ടിൽ നിൽക്കാൻ വേണ്ടി ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു. എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കേസല്ല ഞാൻ കൊടുത്തത്, ഫാമിലി കോർട്ടിൽ ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു. ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് പോയി എനിക്ക് എങ്ങനെയെങ്കിലും ഒരു വീട് ആവണം വരെ പിടിച്ച് നിൽക്കാൻ വേണ്ടി, പിള്ളേരൊന്ന് തോർന്ന് കിട്ടാൻ വേണ്ടി. അപ്പോൾ ആ ഇഞ്ചക്ഷൻ പാസ്സായി. അതിൽ നിൽക്കാനേ എന്നെ ഇറക്കി വിടാൻ പാടില്ല എന്നൊരു ഇഞ്ചക്ഷൻ എനിക്ക് അവിടെ ഫാമിലി കോർട്ടിൽ കിട്ടി. പക്ഷേ ഈ എറണാകുളത്തോട്ട് ഇദ്ദേഹം മനഃപൂർവ്വം എറണാകുളത്താണ് മനഃപൂർവ്വം ആള് ഒരു ചേഞ്ച് കിട്ടട്ടെ വെച്ചിട്ടാണ് പെരിഞ്ചേരി വെള്ളി കല്യാൺ സിൽക്കിന്റെ അവിടെയുള്ള ഇൻഷുറൻസിലായിരുന്നു വർക്ക് ചെയ്തത്. അപ്പോൾ അവിടുത്തെ സാറുമാർ പറഞ്ഞു ആൾക്ക് ഒരു മാറ്റം കിട്ടിയ ഒരു മാറ്റം വരുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ആളെ അവിടെ നിന്ന് മാറ്റിയത്. അങ്ങനെ എറണാകുളം ഡിവിഷനിലേക്ക് ആക്കിയത്. മാറ്റം കിട്ടുമെന്ന് അവർക്ക് തോന്നാൻ കാരണം ഇയാളുടെ കൂട്ടുകെട്ടിന്റെ കാര്യങ്ങളും കൊണ്ടാണ്. അതന്നെ, ആള് പകുതി ദിവസം വരൂല, അറ്റൻഡ് ആവൂല. ഒരു കാര്യത്തിന് പോയിട്ട് പിന്നെ 10 ദിവസം ഒന്നും ആള് അവിടെ അറ്റൻഡ് ആവില്ല. അപ്പൊ അതൊക്കെ വലിയ ജോലിക്ക് ബാധിക്കുന്ന പ്രശ്നങ്ങളായി. പിന്നെ അങ്ങനെയൊക്കെ വന്നപ്പോ അവര് നമ്മളോടൊക്കെ അമ്മേനെയും എന്നെയൊക്കെ വിളിക്കേണ്ട ഗതികേടുകളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ അവരുടെ അടുത്ത് ചെന്ന് കാല് പിടിക്കുകയും കൈ പിടിക്കുകയും ഒക്കെ ചെയ്ത് അങ്ങനെ ജോലി പോവാതെയും എന്റെ ഡാഡിയെ ഓർത്തിട്ടാണ് ആളെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നത്. എറണാകുളത്ത് പോയതിനു ശേഷം വീട്ടിലൊക്കെ വരും ഒക്കെ ചെയ്യും. എറണാകുളത്ത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഒരു കോട്ടേഴ്സ് ഉണ്ടായിരുന്നു അവർക്ക് താമസിക്കാൻ, കടവന്തറയിൽ അവിടെ താമസിക്കാൻ സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ചു എന്നെ എൻ്റെ മക്കളെയും കൊണ്ടുപോകുന്നു വിചാരിച്ചു. പക്ഷെ എന്റെ മക്കളെ അവിടെ കൊണ്ടുപോയില്ല, ഒന്ന് കാണിക്കാൻ പോലും പറഞ്ഞിട്ട് പോലും അവിടെ എന്നെ അങ്ങോട്ട് കൊണ്ടുപോയിട്ടില്ല. പിന്നെ ആള് ചെലവിനൊക്കെ അയച്ചു തരും. ആള് പൈസ ഒന്നും അയച്ചൊന്നും തരില്ല. 5 പൈസ അയച്ച് കൊടുക്കില്ല. ഇവർക്ക് വരുമാനം ഉണ്ടോ? ഇവർക്ക് വരുമാനം ഉണ്ട്. എന്റെ ഡാഡിയുടെ പെൻഷനും ഉണ്ട്, എന്റെ അമ്മായിമ്മയുടെ പെൻഷനും ഉണ്ട്, വീട് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ഒക്കെ പൈസകൾ കുറെ ഉണ്ട്. പിന്നെ ബാങ്കിൽ എന്റെ അമ്മായിപ്പ മരിച്ചപ്പോ കുറെ പൈസയൊക്കെ ഇങ്ങനെ ഇൻഷുറൻസ് കാശുകളൊക്കെ കുറെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ അനിയന് ജോലി ഇല്ലാത്ത കാരണം കൊണ്ട് അങ്ങനെയൊക്കെ സേവിങ്ങിലൊക്കെ ഇഷ്ടം പോലെ പൈസകളൊക്കെ സെറ്റ് ചെയ്തു. നിങ്ങളുടെയും കുഞ്ഞുങ്ങളുടെയും കാര്യം കൂടെ അവര് നോക്കുന്നുണ്ട്? അല്ല, എന്റെ കുഞ്ഞുങ്ങളുടെ കാര്യം ഇപ്പൊ കേസ് കൊടുത്തതിന് ശേഷം അന്ന് നോക്കിയിരുന്നു. അന്ന് എന്റെ അമ്മായിമ്മ എന്നെ നോക്കിയിരുന്നുണ്ട്. എനിക്ക് ഭക്ഷണമൊക്കെ മേടിച്ച് തരാറുണ്ട്, എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. പക്ഷെ എൻ്റെ അനിയന് തീരെ താല്പര്യമില്ല ഇങ്ങനെ എനിക്ക് ഇങ്ങനെ തരുമ്പോ. ഞാൻ ശ്രമിച്ചിട്ട് കളക്ടറെ കണ്ടിട്ട് എൻ്റെ ആൾ ഇൻഷുറൻസ് ഓഫീസ് ചെയ്തുകൊണ്ട് ഞാൻ 6 പ്രാവശ്യം ജയ കളക്ടർ എന്ന സാറിനെ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് എൻ്റെ ഈ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ ഞാൻ അവിടെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാർ അത് നമ്മുടെ സാമൂഹ്യ സേവനത്തിൽ ഞാനൊരു ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഇപ്പോൾ നിക്കാണ്. ഇഞ്ചക്ഷൻ കോടതി കൊടുക്കാനുള്ള സാഹചര്യം എന്താ? കേസ് കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്നെ അവിടെ തീരെ പൊറപ്പിക്കാനായിട്ട് എൻ്റെ അനിയന് താല്പര്യമില്ല. കാരണം എൻ്റെ ആളില്ല. പിന്നെ ഇനിയിപ്പോൾ ഞാനും കൂടിയും എൻ്റെ മക്കൾ നിന്നാൽ പിന്നെ അതിന് ബാധ്യതയാവും.
എന്ന് അവര് പറഞ്ഞു. പറഞ്ഞു. അനിയൻ പറഞ്ഞിട്ടുണ്ട് അവര് നോക്കണം. അമ്മായിയമ്മയും അവരുടെ അമ്മയ്ക്കും കുഴപ്പമില്ല. അമ്മായിമ്മയ്ക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മായിമ്മ അനിയൻ എന്ന് വെച്ചാൽ അമ്മായിമ്മയ്ക്ക് എന്തോ ഒരു വല്ലാത്തൊരു അസ്വസ്ഥത ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ അനിയൻ അമ്മായിമ്മയോട് ഞാൻ പലവട്ടം ഇടയ്ക്ക് കേട്ടിട്ടുണ്ട്, നിങ്ങൾ വെറുതെ ആവശ്യമില്ലാത്ത അവരുടെ കാര്യത്തിനൊക്കെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ അനുഭവിക്കും, നിങ്ങളാരും നോക്കണ്ടാവില്ല, അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് നാട് വിടും. അല്ല ഈ ഭർത്താവ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അനിയന് അവരോട് അയാളോട് സംസാരിക്കുവോ, അങ്ങനെ ഒരു മധ്യസ്ഥം പറയുകയൊന്നും ചെയ്തില്ല? ഇല്ല, ഒന്നും ചെയ്തിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ മധ്യസ്ഥ ഇപ്പൊ ഞാൻ എൻ്റെ ഈ പള്ളിയിലല്ല, ഞാൻ ആദ്യം കൂടിയ പള്ളിയിലല്ല ഇപ്പൊ ഞാൻ കൂടുന്നത്. കാരണം വെച്ചാൽ എല്ലാവരും നമ്മളെ അമ്മായിമ്മയുടെ പക്ഷക്കാരാ. അപ്പൊ പിന്നെ അവിടെ പ്രാർത്ഥിച്ചിട്ട് യാതൊരു വിലയില്ലെന്ന് മനസ്സിലായി. ഭർത്താവിന്റെ നിലപാടെന്താ? ഭർത്താവിനെ ഫോൺ ചെയ്യുവോ, അദ്ദേഹം വിളിക്കുവോ, പൈസ അയക്കോ, അങ്ങനൊന്നും ഇല്ല. ഭർത്താവിനെ ഞാൻ ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ ഫോണൊന്നും കിട്ടാറില്ല, പരിധിക്കപ്പുറവും. പിന്നെ ഫോണിൽ ഇങ്ങനെ റേഞ്ച് ഒന്നുമില്ല, യാതൊന്നുമില്ല. എന്താ അദ്ദേഹം അവിടെ ചെയ്തോണ്ടിരുന്നപ്പോ? ആളും പിന്നെ അവിടേക്ക് എന്തോ സ്ത്രീ എന്തോ കേസുകളൊക്കെ ആയിട്ട് പിന്നീട് പ്രശ്നങ്ങളുടെ സ്ത്രീ ഒരു ആലുവ കേസിൽ ഒരു സ്ത്രീയുടെ ആയിട്ട് എന്താ കിഡ്നാപ്പ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഒരു കേസ് പൊന്തി വന്നു. വീട്ടിൽ വന്നിട്ട് പോലീസുകാരൊക്കെ വന്ന് എൻ്റെ റൂമൊക്കെ വന്ന് അലമാരൊക്കെ വന്ന് ഒക്കെ നോക്കും പിടിക്കുകയൊക്കെ ചെയ്ത് ഞാൻ വല്ലാത്തൊരു അസ്വസ്ഥതയിലേക്ക് കിടപ്പുറയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആളെ തേടി വന്നിട്ടുണ്ടായിരുന്നു, റൂമിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കേസ് എന്ന് പറയണത് ഇങ്ങനെ ഒരു കൂട്ടർ ഇപ്പം ആളെ ഇടയിൽ പെട്ടതാണോ എങ്ങനെയാണെന്നൊന്നും നമുക്ക് ശരിക്കും അറിയില്ല. ആളെ പെണ്ണിനെ കിഡ്നാപ്പ് ചെയ്തു എന്നാണ് പറയണത്. ഇത്ര ലക്ഷം രൂപ കിഡ്നാപ്പ് ചെയ്തു എന്നാണ് പറയണത്. അതിന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അറസ്റ്റ് ചെയ്തെങ്കിലും ജാമ്യം എൻ്റെ അമ്മായിമ്മ ജാമ്യം എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ ജാമ്യം എടുത്തു, അതിൽ സെക്കൻഡ് ജാമ്യം ഞാനും എടുത്തു. ഇവിടെ ആലുവ കോടതിയിൽ കേസ് ഇപ്പോഴും പോകുന്നുണ്ട്. പക്ഷെ തള്ളിപ്പോയല്ലേ ഇതൊന്നും അറിയില്ല. ഇടയ്ക്ക് ഒരു പോലീസ് വിളിക്കും, GOP സാമുവൽ എത്തിയിട്ടുണ്ടോ എന്ന് അറിയാൻ. ഒരു ലുക്കൗട്ട് പോലെ ഇങ്ങനെ നീങ്ങിക്കൊണ്ട് ഇതുവരെ 2 തവണ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ജാമ്യത്തിൽ പിന്നെ ആളെ കിട്ടിയിട്ടില്ല. ഇപ്പൊ ആള് ഒളിവിലാണ്. ഇപ്പൊ ഒളിവിൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ പോക്ക് ആളെ ഞങ്ങള് ജാമ്യം എടുത്തിട്ട് ജോലി പോയിട്ടില്ല. ജോലി സ്ഥലത്ത് ചെന്ന് പറഞ്ഞിട്ട് ജോലി പോയിട്ടില്ല. ഞങ്ങൾക്ക് വേണ്ടി കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ജോലി പോയിട്ടില്ല. കാരണം 24 മണിക്കൂർ സാധാരണ ജയിലിൽ കിടന്നു കഴിഞ്ഞാൽ ജോലി പോവും. പക്ഷെ അതുവരെ പോവാതെ എന്നുവെച്ചാൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ട്, കാരണം വെച്ച് കഴിഞ്ഞാൽ കാശ് ഇറക്കാൻ എന്തും ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഇയാൾ വളരെയധികം ഈ കളിയിലൊക്കെ കളിച്ചത്. ആള് ജാമ്യത്തിൽ ഇറക്കിയത്. അങ്ങനെയെങ്കിലും ഒന്ന് നന്നാവുകയാണെങ്കിൽ ഇതിൽ നന്നാവും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. പക്ഷെ ആളെ ഇറക്കി കൊണ്ടുവന്ന് എൻ്റെ അമ്മായിമ്മ ഫസ്റ്റായിട്ട് ജാമ്യക്കാരി, ഞാൻ രണ്ടാമത്തെ ജാമ്യക്കാരി. അപ്പോൾ അതിൽ ആളെ തൃശ്ശൂർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നാട്ടുകാർ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവില്ലോ എന്ന് വിചാരിച്ചിട്ട് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഒരു 3 ദിവസം അവിടെ ആളെ ആ ലോകത്തിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ 3 ദിവസം അവിടെ വന്നെങ്കിലും അവിടെ ചാടിപ്പോവാനുള്ള പരിപാടികളൊക്കെ ആയിരുന്നു. വളരെയധികം നമുക്ക് വളരെ പ്രശ്നങ്ങൾ തന്നെയായിരുന്നു. പിന്നീട് പിറ്റേ ദിവസമായപ്പോൾ അവിടെ നിന്ന് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു. പക്ഷെ കേസ് നടക്കാനായിട്ട് ആളില്ലാത്തത് കൊണ്ട് ഇയാളില്ലാതെ കേസ് നടന്നു പോകണില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്തായിന്ന് അറിയണമെങ്കിൽ ഇപ്പം എൻ്റെ ഒരു വക്കീൽ മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഒരു വക്കീലുണ്ട്, നമ്മുടെ ഈ ആളെ ജാമ്യം എടുത്തൊരു വക്കീലുണ്ട്. ആ സാറാണ് ഇപ്പം നമ്മുടെ ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥയൊക്കെ എല്ലാം അറിയാം, ആ സാറിനെ അറിയാം. പിന്നെ ആളില്ലാത്തത് കൊണ്ട് പിന്നെ ഞാൻ എവിടെ പോയിട്ട് ആളെ തപ്പും എന്ന് പിന്നെ എനിക്കറിയില്ല അതെന്താ. എന്തായാലും ഇതിപ്പോ 10 വർഷമായിട്ട് കേസ് കൊടുത്തു. നിങ്ങളപ്പോ ആ വീട്ടിൽ തന്നെ ഒരു മുറി താമസിക്കും? ഞാൻ ആ റൂമിൽ ഇപ്പോ ഒരു വലിയൊരു ബെഡ്റൂം, ആ ബെഡ്റൂമിൽ തന്നെയാണ് അടുക്കളയും കാര്യങ്ങളെല്ലാം, ഗ്യാസ് അടുപ്പും ഭക്ഷണം. പിള്ളേരെ ഒക്കെ വലിയ കുട്ടികളായിക്കൊണ്ടിരിക്കുക. അപ്പോ ആൺകുട്ടികളാ? 3 അല്ല, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയാ. 3 മാസം കുറെ പട്ടിണി കിടന്നു. പക്ഷെ അവിടെ ഒരു ഹോട്ടലുണ്ട്, 2 ഹോട്ടലുണ്ട്. ആ ഹോട്ടലിൽ നിന്നാണ് ഞാൻ ഭക്ഷണം മേടിച്ച് കുട്ടികൾക്ക് കൊടുക്കുക. പക്ഷെ ഞാൻ വിചാരിച്ചു എൻ്റെ അമ്മായിമ്മ ഈ കുട്ടികൾ, ഞാൻ ഇവിടെ വന്നതിന് ശേഷം 2 കുട്ടികൾ ഉണ്ടായിട്ടുള്ളൂ, ഞാൻ വിചാരിച്ചു എൻ്റെ മക്കൾക്കെങ്കിലും കൊടുക്കുമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ അവര് കേസ് കൊടുത്തതിന് ശേഷം ഭയങ്കര മുറുക്കായി. പക്ഷെ ഈ കേസ് കൊടുത്തത് എന്തിനാന്ന്, എനിക്കൊരു നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. എനിക്ക് മാർഗം മുട്ടിയപ്പോൾ പിന്നെ എനിക്ക് വല്ലാത്തൊരു അവസ്ഥയിലൊക്കെ ആവും.
ഈ കുട്ടികളെ ഇങ്ങനെ രക്ഷിക്കണ്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇയാള് കുഴപ്പക്കാരനാണ്, കേസിൽ പെട്ടു, അതില് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഇതെല്ലാം വീട്ടുകാർക്ക് അറിയാം. എന്റെ അമ്മായിക്ക് എല്ലാ കേസും അറിയാം. എന്നിട്ടും ഈ 2 കുഞ്ഞുങ്ങളും ആഹാരമൊന്നും തന്നില്ല? ഇല്ല, തന്നിട്ടില്ല. എന്റെ ആള് പള്ളിയിൽ വരാറുമില്ല. എന്നിട്ടാണ് ഈ പള്ളിയിലെ പ്രാർത്ഥനക്കാർ വന്ന് പേടിച്ചു. ഈ പ്രാർത്ഥനക്കാർ വന്നിട്ട് എന്നെ തല്ലി തകർക്കാനായിട്ട് നോക്കി. ഞാൻ എന്നിട്ട് വിയൂർ സ്റ്റേഷനിൽ പോയിട്ട് അവിടെ ചെന്നിട്ട് അഭയം ചോദിച്ചു. അവര് അഭയം തന്നിട്ടുണ്ട്. പിന്നെ വളരെയധികം അഭയം എനിക്ക് വിയൂർ സ്റ്റേഷനിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഈ അനിയൻ എന്തെങ്കിലും പണിയുണ്ടോ? അനിയന് സ്വർണത്തിന്റെ ഇടപാട. സ്വർണ്ണ ഈ സോണി കരിലാലില് ഒരു സ്വർണ്ണക്കടയില് ജോലിക്കാരനാണ്. അയാളാണ് ഇറങ്ങിപ്പോ അയാളാണ് ഇപ്പൊ ആൾക്ക് ആ വീട് മുഴുവനും കിട്ടണം എന്നുള്ള ഇതാണ്. അതായിക്കോട്ടെ, പക്ഷെ എനിക്ക് ആൾക്ക് വീട് ഇളയ മോനല്ലേ കിട്ടിയോ. എനിക്ക് അതങ്ങനത്തെ ദുരാഗ്രഹങ്ങളൊന്നും ഇല്ല. പക്ഷെ എനിക്കൊരു ആഗ്രഹം, ഒരു ഇറക്കി വിടാതെ ഒരു വാടക വീട് താല്പര്യമില്ല മാഡം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പല സാഹചര്യങ്ങളും നടക്കണ കാരണം കൊണ്ട് വാടക വീട് ഉദ്ദേശമില്ല. ഇത്രയും കൊല്ലം ഞാൻ അമ്മായിമ്മയുടെ വീട്ടിൽ ജീവിച്ചിട്ട് ഒരു വാടക വീട് പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ ഇത്രയും കഷ്ടപ്പാട് മുഴുവൻ സഹിച്ചിട്ടുണ്ട്. ഞാൻ ബൈബിളിലെ പോലെ കഷ്ടം, പ്രയാസം, ദുഃഖമൊക്കെ അനുഭവിച്ചു. ഇനി എനിക്ക് വാടക വീട്, മമ്മിയോട് പറഞ്ഞു ഞാൻ, എനിക്ക് വാടക വീട് വേണ്ട മമ്മി. നിങ്ങൾ പറയുന്ന പോലെ പെൺകുട്ടികൾക്ക് വീടോ അങ്ങനെ കൊടുക്കാറില്ല, വസ്തുക്കളൊക്കെ കൊടുക്കുമായിരിക്കും. പക്ഷെ 2 ആൺമക്കളാണെങ്കിൽ അവർക്ക് തുല്യമായിട്ട് അതിനകത്ത് അവകാശം ഉണ്ടല്ലോ. അപ്പൊ അയാളുടെ മക്കൾക്ക് ഒരു അവകാശം ഉണ്ടെന്നുള്ള ഒരു ന്യായം വീട്ടുകാർക്ക് അറിയാൻ പറ്റുന്നുണ്ട്. പിന്നെ ആ വീടിന്റെ മോൾ വശത്ത് ആരും വാടകക്കാരുണ്ടായിരുന്നില്ല. ഇങ്ങനെ കേസ് നടക്കണോണ്ട് ആരും താമസിക്കാൻ വന്നിരുന്നില്ല. ഇപ്പൊ ഞാൻ ഈ കേസ് കൊടുക്കണമെന്ന് കണ്ടപ്പോ അവര് വേഗം ഒരു ഇതേപോലെ ഒരു ഫാമിലിനെ കൊണ്ടുവന്നാക്കി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ കേസ് കൊടുക്കുക. അപ്പൊ ഞാൻ ഇങ്ങനെ ഈ വീടിന്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ അത് സേഫ്റ്റിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിന്റെ മുകൾ വശം എന്ന് പറഞ്ഞാൽ താഴത്തെ കോണിയും മുകളിൽ ഇതായിട്ടുള്ള സെറ്റിങ്ങാ. ബാക്കിൽ കോണി ഉണ്ടെങ്കിലും അകത്തേക്കോടെ പോവാന്നുള്ള സെറ്റപ്പ് ഉണ്ട്. 2 ഇതില നല്ല കെയറിങ്ങിലാണ് പണിഞ്ഞിട്ടേക്കണത്. അപ്പോൾ ഞാൻ മമ്മിയോട് പറഞ്ഞു, ഇനി എന്നെ തലവട്ടം കാണണ്ട മമ്മിയെ, അനിയനൊന്നും കാണണ്ട. ആ വീടിന്റെ മേൽവശമാക്കി കഴിഞ്ഞാൽ എന്നെ ആരും കാണില്ലല്ലോ. ഈ കുട്ടിക്ക് 10ാം ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഒരു ഭാവിയാവും. പിന്നെ +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ സായിലേക്ക് ആ കുട്ടീനെ വിളിച്ച് കൊണ്ടുപോകും. ആ കുട്ടീനെ പഠിച്ചത് രക്ഷപ്പെടും. അപ്പോൾ ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കാനുള്ള ഒരു ത്രാണിയാവുമെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷെ ചത്ത പോലെ അങ്ങനെ ഒരു തരില്ല. നിങ്ങളെ ഉപദ്രവിച്ചിട്ടുണ്ടോ അവര്? ആ വീട്ടുകാരെ എന്നെ അനിയൻ ഉപദ്രവിച്ചിട്ടുണ്ട്. ദേഹോപദ്രവം ചെയ്തിട്ടുണ്ടോ? ദേഹോപദ്രവം ചെയ്തിട്ടുണ്ട്. അനിയൻ എന്താ ചെയ്തത്? എന്നെ ചെയ്തത് എന്ന് വെച്ചാൽ വെള്ളം തരാ 3 ഇതാണ് ടാങ്കാണ് മേളിൽ. അപ്പോൾ വാടകക്കാർക്ക് എല്ലാം വെള്ളം കൊടുത്താലേ ഞങ്ങൾക്ക് വെള്ളം തരില്ല. അപ്പോൾ വെള്ളം തരാണ്ടാകുമ്പോൾ എൻ്റെ മക്കൾ പറയും മമ്മി വെള്ളം അടിക്കുമെന്ന് പറയും. അങ്ങനെയാണ് പറയുക. പക്ഷെ അന്ന് മമ്മി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒന്നെങ്കിൽ അനിയൻ്റെ ഭാര്യയാണ് ഉണ്ടാവുക. അവൾ വേണമെങ്കിൽ വെള്ളമൊന്നും അടിക്കില്ല. അവൾക്ക് ഞങ്ങൾ നിൽക്കണമെന്നും വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ ഇതേപോലെ അന്ന് വെള്ളം അടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതേപോലെ ഞാനന്ന് തല്ലുകൂടാൻ നിൽക്കണ്ട, അമ്മായിമില്ലല്ലോ, അതുകൊണ്ട് വേണ്ട. മക്കളോട് പറഞ്ഞു ഞാൻ പോയി കിണറ്റിൽ നിന്ന് വെള്ളം കോരിയിട്ട് ഞാൻ കപ്പിയും കയറിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെള്ളം കോരി കൊണ്ടുവന്ന് ബക്കറ്റായിട്ട് ഞാൻ ഇങ്ങനെ വരികയായിരുന്നു. അങ്ങനെ വെള്ളം കൊണ്ടുവരുന്ന സമയത്തായിരുന്നു ഇവൻ വെള്ളം എടുത്തിട്ട് ബക്കറ്റ് ഇനി മേലെ നീതിക്കോടെ ബക്കറ്റായിട്ട് വന്നു പോരുതെന്ന് പറഞ്ഞിട്ട് അവൻ്റെ മുടിക്കെട്ടും മുടിച്ച് വലിച്ചിട്ട് അവൻ എന്നെ ഭിത്തിമ്മ അമർത്തിയിട്ട് അവനെ ഇടിച്ചു. എൻ്റെ നെഞ്ചത്ത് ഇടിച്ചു. അന്ന് എനിക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല, അവനിൽ നിന്ന് ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല, ഇങ്ങനെ കിട്ടുന്നൊന്നും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ ഞാൻ അതിട്ടിട്ട് പിന്നെ അവനെ പ്രതികരിക്കാന്ന് വെച്ചാൽ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അകത്ത് വെച്ച് നടന്നാലും നമുക്ക് ആരും സാക്ഷികളൊന്നും നമുക്ക് ആരും ഉണ്ടാവില്ല, ഈശ്വരൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് കാരണം ഞാനെന്ത് എൻ്റെ കൂട്ടുകാരെ വിളിച്ചു. എൻ്റെ കൂട്ടുകാർ എൻ്റെ പള്ളിക്കാരുണ്ട്. അപ്പോൾ അവരെ വിളിച്ചപ്പോൾ അവർ വിളിച്ച ഉടനെ തന്നെ വിളിപ്പുറത്ത് വന്ന് അവരെന്നെ വന്ന് കൊണ്ടുപോയി. എനിക്ക് പെട്ടെന്ന് ശ്വാസം ഇങ്ങനെ വിലക്കി പോലെ നിന്നു. അപ്പോൾ ഞാൻ മെഡിക്കൽ കോളേജിൽ കിടന്നു. അവിടെ പോയി അങ്ങനെ അവിടെ പോലീസുകാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഗാർഹിക പീഡനത്തിൽ പ്രൊട്ടക്ഷനിൽ 90-ലുണ്ട്. ഉണ്ട്. ഇപ്പൊ അടുത്ത മാസം 26-ാം തീയതി ആ കേസൊക്കെ ഇങ്ങനെ ആവർത്തിക്കാണത്. ഇപ്പൊ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഉപദ്രവിച്ചിട്ടുണ്ട്? എന്റെ കുഞ്ഞുങ്ങളെ എന്റെ കഴിഞ്ഞിടയ്ക്കാണ് ഒരു പരീക്ഷയ്ക്കൊക്കെ ഒരു 3 മാസം മുമ്പ് എന്റെ മോനെ എൻ്റെ അനിയൻ തല്ലിയുണ്ട്. എന്ന് വെച്ചാൽ തല്ലെന്ന് വെച്ചാൽ അകത്ത് കയറി വന്ന് അവനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു, അവനെ ദേഹോപദ്രവം ചെയ്തു. ഇപ്പോ ഇവിടെ വന്നിരിക്കുന്നതിന്റെ പ്രധാന ആവശ്യം എന്താണ്? എൻ്റെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഈ 2 മക്കൾക്ക് എൻ്റെ മക്കൾക്ക് ആ വീട്ടിൽ നിന്ന് സ്ഥലം എന്താ വെച്ചാൽ കിട്ടാനുള്ളത് ആ കുട്ടികളുടെ പേരിൽ എഴുതി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ
എനിക്ക് എവിടെയെങ്കിലും സമാധാനമായിട്ട് പോവാലോ എന്നുള്ള. പാരമ്പര്യമായിട്ട് കിട്ടിയതാണോ നിങ്ങളുടെ അമ്മായിയമ്മയുടെ അമ്മയുടെ സ്വത്ത്? അങ്ങനെയാണോ? അമ്മായിപ്പൻ മേടിച്ച സ്വത്താണത്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സ്വത്തിനായിട്ടല്ല, എൻ്റെ ഒന്നാമത്തെ ആവശ്യം സ്വത്തിനല്ല. എൻ്റെ ആള് ജീവനോടെ എവിടെ ഉണ്ടെന്നൊക്കെ എനിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിട്ടില്ലെങ്കിലും ആളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വക കേസുകളായി ഇതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇതേപോലെ എവിടെയെങ്കിലും ഇനിയിപ്പോൾ കല്യാണം കഴിച്ച് ജീവിച്ചിരിക്കണ്ടോന്നൊന്നും നമുക്കറിയില്ല. ഇത് ഇന്നത്തെ കാലത്ത് എങ്ങനെയൊന്നും എനിക്കിതൊന്നും അറിയില്ല. അപ്പോൾ ആള് വരാണെങ്കിൽ ആളുടെ കൂടെ ഇറങ്ങി പോവുകയാണെങ്കിൽ അതിനൊരു മാന്യത ഉണ്ട്. ജിൻസിയുടെ ഭർത്താവ് ജിയോയുടെ അനുജൻ ലിയോ, അയാളാണ് ഏറ്റവും കൂടുതൽ ഇപ്പം ഈ ഒരു കഥയിലെ പ്രധാന ഒരു കഥാപാത്രമായിട്ട് നിൽക്കുന്നത്. അദ്ദേഹത്തോട് വേണം സംസാരിക്കാൻ നമുക്ക്. ലിയോ ആണോ? ലിയോ, ഞാൻ ഉർവശിയാണ്. ജീവിതം സാക്ഷി എന്ന പ്രോഗ്രാമിൽ നിന്ന് വിളിക്കുകയാണ്. ഇവിടെ ബിൻസി വന്നിട്ടുണ്ട്. ബിൻസി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ അവര് പരാതിയായിട്ടല്ല, അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, അവർക്കും കുഞ്ഞുങ്ങൾക്കും സുരക്ഷിതമായിട്ട് താമസിക്കാനുള്ള ഒരു സൗകര്യം. സുരക്ഷിതമായിട്ട് താമസിക്കാനുള്ള സൗകര്യം 2009 തുടങ്ങിയിട്ടുള്ള കേസാണ്. 2009 ഫാമിലി കോർട്ടില് ഇത് അവര് കംപ്ലൈന്റ് കൊടുത്തു. പറഞ്ഞു കേസ് കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഫാമിലി കോർട്ട് ഓർഡർ വന്നു. അവരൊക്കെ അതിന് നിയമപ്രകാരമായിട്ട് നിൽക്കാനുള്ള റൈറ്റ് ഇല്ലാന്ന് ഓർഡർ വന്നു 2009. അതില് 2010 നമ്മളത് ഫാമിലി കോർട്ടിന് ഓർഡർ വന്നപ്പോ ഇവർക്ക് നമ്മൾ താമസിക്കുന്ന സൗകര്യം കൊടുക്കാൻ പറഞ്ഞിട്ട് സെറ്റിൽമെന്റ് ഓർഡർ ആയിട്ടാണ്. സെറ്റിൽമെന്റ് ഓർഡർ വന്നോ? സെറ്റിൽമെന്റ് ഓർഡർ ആയിട്ടുള്ളതാണ്. അവര് തന്നെയാണ് അത് സെറ്റിൽമെന്റ് ഓർഡർ ആക്കിയത്. അപ്പൊ 2013 മാർച്ച് 31 അവര് അതിപ്പോ നമ്മള് വന്നില്ല എന്നാണ് പറയുന്നത്. അത് നമ്മൾ ഇന്നിപ്പോ വന്നില്ലെങ്കിൽ തന്നെ അത് വേറെ ദിവസം വന്നു കഴിഞ്ഞാൽ രജിസ്റ്റർ ചെയ്ത് ചെയ്യായിരുന്നു. അങ്ങനെ അത് വന്നിട്ടില്ല. പിന്നെ അവര് അത് കഴിഞ്ഞിട്ട് ഒരു ഓർഡർ ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അവരിങ്ങനെ വിട്ടുപോയി. അല്ല, അവിടെ തന്നെ താമസിച്ചോളാൻ പറഞ്ഞിട്ടാണ് ഓർഡർ വന്നല്ലയോ? നിയമപ്രകാരം അവര് സംഗതി ഇപ്പൊ എന്താ ചെയ്യുന്നത്, നമ്മുടെ ഷെയറൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോയതിനു ശേഷം ഇവർക്ക് പിന്നെ നമ്മളെ പിള്ളേരുടെ പറ്റുന്ന നമ്മൾ വീണ്ടും നേരിട്ട് ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞു. ഏതൊരു നെല്ലുകുണത്ത് ഒരു സ്ഥലത്തിന്റെ ഒരു 15 ലക്ഷത്തിന്റെ ആസ്തിയുള്ള ഒരു സ്ഥലമാണത്, മെയിൻ റോഡിൽ തന്നെ. അതിപ്പം പിള്ളേർക്ക് കൊടുക്കാൻ 10 ലക്ഷം ആയിക്കോട്ടെന്നാലും ഇവർക്ക് കൊടുക്കാൻ പറഞ്ഞില്ല. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ട് ഇവർ സമ്മതിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഹൈക്കോടതിയിലേക്ക് പോയി. ഇവര് തന്നെ കൊടുത്തു ഹൈക്കോടതിയിൽ തള്ളി. അപ്പൊ തന്നെ അത് തള്ളി അവര് ഹൈക്കോടതിയിൽ ഒരു ജഡ്ജിമെന്റ് ഓർഡർ ആയിട്ടുള്ളതാണ് ഇത്. ഇപ്പോ അത് ഏപ്രിൽ 10 വരെ ഉള്ളതും. അല്ല ലിയോ, നമ്മള് അത് സാധനങ്ങളാക്കി വെച്ചെന്നാണ് ഇപ്പൊ അവര് പറഞ്ഞ് ചെയ്യുന്നുണ്ടാക്കുന്നത്. അതെ, അവരുടെ സാധനങ്ങളൊക്കെ വീട്ടിന്റെ പുറത്തെടുത്തിട്ടിരിക്കുകയാണെന്നൊക്കെയാണ്. അതൊരിക്കലും ഇല്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഓർഡർ പ്രകാരം അവരോട് കഴിയാൻ പറഞ്ഞപ്പോ അല്ല, ഇവിടുന്ന് ലിയോ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? അല്ല, എന്തായാലും ഇപ്പൊ അവര് ഒരു നേർവഴിക്ക് തന്നെ വരണം എന്നുള്ളൊരു താല്പര്യത്തിൽ തന്നെയാ നിക്കുന്നേ. നേർവഴിക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട, നേരിട്ട് നമ്മളായിട്ട് സംസാരിക്കാൻ ഇടയിൽ ആണെങ്കിലും നിൽക്കട്ടെ. നിലവിലുള്ള എല്ലാ കേസുകളും പിൻവലിക്കാൻ ഒരു വാടകയിൽ ഇട്ടോട്ടെ. താങ്ക് യു.